ഹൈക്കോടതിയുടെ വളരെ വലിയ ഒരു പരാമർശം പുറത്തു വന്നിരിക്കുകയാണ്. 1000 കോടി രൂപയോളം കശുവണ്ടി കോർപ്പറേഷനിൽ അഴിമതി നടത്തിയിട്ടുള്ള INTUC-യുടെ ലീഡർ ശ്രീമാൻ ചന്ദ്രശേഖരനെ പ്രോസിക്യൂട്ട് ചെയ്യാനായി എന്തുകൊണ്ട് സാധിച്ചില്ല എന്ന ചോദ്യം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുൻപാകെ ഉയർന്നിരിക്കുകയാണ്. കേരള ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നത് മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. എന്നാൽ INTUC-യുടെ ലീഡർക്ക് ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം അഴിമതിയിൽ പെടുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കുന്ന പ്രവണത തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുള്ളത് എന്നതിന്റെ സൂചകമായിട്ട് ഇന്നത്തെ ഹൈക്കോടതിയുടെ നിരീക്ഷണം നമ്മുടെ മുന്നിൽ പുറത്തു വന്നിട്ടുണ്ട്. ശ്രീമാൻ എന്ന് പറയാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല, കരിമണൽ കർത്തയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരിമണൽ കർത്തയ്ക്കും കരിമണൽ കിട്ടാത്തതിന്റെ പേരിൽ INTUC-യുടെ ലീഡർ ചന്ദ്രശേഖരനും CITU-യുടെ ലീഡർ എളമരം കരീമും ചേർന്ന് വലിയ ഒരു മനുഷ്യ ചങ്ങല തീർത്തത് കഴിഞ്ഞകാല കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ത്യ സഖ്യം അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്ന പേരിൽ രാജ്യവ്യാപകമായിട്ടുള്ള അലയൻസ് അത് കേരളത്തിലും പ്രാവർത്തികമായി കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലൂടെ നമ്മുടെ മുൻപാകെ എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പൊ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് നമ്മുടെ നാടിന്റെ മുന്നോട്ട് പോക്കിനെ തടയുകയും അഴിമതി മാത്രം മുഖമുദ്രയാക്കിക്കൊണ്ടുള്ള ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ ചേർപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ശ്രീമതി സുജീഷ കള്ളിയത്ത് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വരികയും അവരെ സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ഈ സന്തോഷ വാർത്ത മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. രാജ്യവ്യാപകമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വല്ലാതെ കിതക്കുകയാണ്. ഹിമാചൽ പ്രദേശിലും കർണാടകയിലും ഒഴിച്ച് കോൺഗ്രസിന് മുന്നേറാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ട ബീഹാറിലെ തിരഞ്ഞെടുപ്പ് റിസൾട്ടിൽ ഒരു 1/2 ഡസൻ സീറ്റെങ്കിലും പിടിക്കാൻ സാധിക്കാത്ത കോൺഗ്രസിന്റെ വൻ പരാജയം ഇത് നമ്മൾ നോക്കിക്കാണുകയാണ്. അഖിലേന്ത്യാ തലത്തിൽ എത്രയോ നേതാക്കന്മാർ, ആസാമിൽ ഹിമന്ത ബിശ്വ ശർമ്മ, അദ്ദേഹം പഴയകാല കോൺഗ്രസിന്റെ പ്രഗത്ഭമതിയാണ് എന്ന് അവർ തന്നെ പറഞ്ഞ ലീഡർ ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തനായിട്ടുള്ള നേതാവായി ആസാമിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. മാധവറാവു സിന്ധ്യയുടെ ഫാമിലിയിൽ നിന്ന് നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരുന്നതും ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെ പ്രാഗൽഭ്യം തെളിയിച്ച കോൺഗ്രസ് കുടുംബത്തിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരൻ കേന്ദ്രമന്ത്രി വരെ ആയി ഭരണകൂടത്തിന് നേതൃത്വം വഹിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കുകയായിരുന്നു, വളരെ ചെറുപ്പക്കാരെല്ലാം തന്നെ ആദരിക്കുന്ന ഒരു ബോക്സറും അതുപോലെ തന്നെ ഒളിമ്പ്യനുമായിട്ടുള്ള മുൻ MP ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ മുൻ മുഖ്യമന്ത്രി, കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രി കിരൺ കുമാർ റെഡ്ഡി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം ചേർന്ന് അവിടെ വലിയ മൂവ്മെന്റിന് നേതൃത്വം കൊടുക്കുകയാണ്. നിരവധി MLA-മാരോടൊപ്പമാണ് ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെയുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിക്കകത്തേക്ക് കടന്നു വരുന്നത്. നവീൻ ജിൻഡാൽ ഇന്ത്യ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വലിയ ഇൻഡസ്ട്രിയലിസ്റ്റും അതുപോലെ തന്നെ ഒരു പൊതുസമൂഹത്തിനാകമാനം തൊഴിൽ ദാതാക്കളെ സൃഷ്ടിക്കുകയും തൊഴിൽ കൊടുക്കുകയല്ല, അതായത് നിരവധിയായിട്ടുള്ള
ഇൻഡസ്ട്രിയലിസ്റ്റ് എന്നുള്ള രീതിയിൽ നിരവധിയായിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള വ്യാപാര പ്രമുഖന്മാരെ സൃഷ്ടിച്ച് അവരെ കൊണ്ട് ഈ പൊതുസമൂഹത്തിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ളവർക്കും വിദ്യാഭ്യാസമുള്ളവർക്കും അഭ്യസ്തവിദ്യരായിട്ടുള്ള ധാരാളം ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും ഒക്കെ തൊഴിൽ കൊടുക്കാനുള്ള വലിയ വലിയ ഇടങ്ങൾ കണ്ടെത്തുകയും ആളുകളെ കൂടുതൽ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്ത പ്രമുഖനായിട്ടുള്ള മുൻ MP അദ്ദേഹവും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. രാജ്യവ്യാപകമായി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കാശ്മീർ മുതൽ ഇങ്ങ് കേരളം വരെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരും ഒക്കെ പാർട്ടിക്കകത്തേക്ക് കടന്നു വരികയാണ്. തീർച്ചയായിട്ടും ചേർപ്പിൽ ഭരണകൂടത്തിന് പ്രാദേശിക ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്ത ഒരു സഹോദരി അപ്പൊ സുജിഷ കള്ളിയത്തിനെ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മൾ നോക്കിക്കാണുകയാണ്. കേരളത്തിലും മുൻ മുഖ്യമന്ത്രി കരുണാകരന്റെ മകൾ ശ്രീമതി പത്മജ ഭാരതീയ ജനതാ പാർട്ടിയിൽ ഇപ്പോൾ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നു. അഖിലേന്ത്യാ തലത്തിൽ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ പ്രമുഖമായിട്ടുള്ള ഒരു യുവ ലീഡറായിട്ട് കേന്ദ്രത്തിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്ന കോൺഗ്രസിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീമാൻ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം നേതാക്കന്മാർ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വരുന്നു. തൃശൂരിൽ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളത് നമുക്കൊരുമിച്ച് മാറാത്തത് ഇനി മാറും എന്നുള്ള മുദ്രാവാക്യത്തിന് അടിവരയിട്ടുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അഴിമതി നിറഞ്ഞ ഒരു ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകുമ്പോൾ അഴിമതി രഹിതമായിട്ടുള്ള ഭരണകൂടത്തെ സൃഷ്ടിക്കുക എന്നുള്ള ആ പദ്ധതിയെ പ്രാവർത്തികമാക്കാൻ ഞങ്ങളോടൊപ്പം ചേർന്ന് ഓരോ പ്രദേശത്തു നിന്നും വരുന്ന ആളുകളെ അതത് പ്രദേശത്ത് സ്വീകരിക്കുകയും ചില വ്യക്തികളെ പ്രധാനപ്പെട്ട ചില വ്യക്തികളെ നിങ്ങളുടെ മുന്നിൽ സ്വീകരിക്കാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു എളിയ പ്രവർത്തക എന്നുള്ള രീതിയിൽ സാധിച്ചതിൽ ഞാൻ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ ചോദ്യങ്ങളിൽ നിന്നുള്ള ഉത്തരം പറയാം. സംസാരിക്കാം. ശോഭിച്ചോടും ചോദിക്കാണ്ടോ? അവിടെ ജസ്റ്റ് ഒന്ന് രണ്ടോ ഇങ്ങനെ ഒരു പാർട്ടി വിടാനുള്ള സാഹചര്യം എന്താണ്? 10 വർഷമായി കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. 5 വർഷം വൈസ് പ്രസിഡന്റായി, 5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരവധി കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യത്തോടു കൂടിയിട്ടാണ് പ്രവർത്തന രംഗത്ത് വന്നത്. ഒരുപാട് കാര്യങ്ങൾ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള സഹായമില്ലായ്മ മൂലം പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വിശ്വാസമുണ്ട്.
ഇപ്പോ ഈ സമയത്ത് നിരവധി പ്രവർത്തനങ്ങളുമായി നമ്മുടെ പ്രധാനമന്ത്രിയുടെ നിരവധി വികസന പ്രവർത്തനങ്ങളുമായി നമ്മുടെ സഹോദരന്മാരെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ ആ വിഷനുകളൊക്കെ കണ്ടപ്പോൾ അത് നമ്മുടെ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന് മാത്രമല്ല മൊത്തം ആവശ്യമായ കാര്യങ്ങളാണ് അതിലുള്ളത്. അത് തുടർന്നുകൊണ്ട് പോവാൻ, അത് പ്രാവർത്തികമാക്കാൻ അതിൻ്റെ ഒരു ഭാഗമാകണമെന്ന് തോന്നി. അതോട് ആ ഒരു തോന്നലോട് കൂടിയിട്ടാണ് ഈ മാറ്റം സംഭവിച്ചിട്ടുള്ളത്. ഈ കോൺഗ്രസിന്റെ ഏത് നേതാക്കളാണ് പ്രവർത്തിക്കാൻ തടസ്സം തന്നത്? അങ്ങനെ എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങളല്ല. പൊതുവായിട്ട് ഒരു 2-2.5 വർഷക്കാലമായിട്ട് ഭരണസമിതിയിൽ തന്നെ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭരണസമിതി ഞങ്ങളുടെ 10 അംഗങ്ങളിൽ നിന്ന് തന്നെ വളരെയധികം അവഗണന നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. പലതവണ രാജിവെക്കാനായിട്ട് ശ്രമിച്ചതും കൂടിയാണ്. ആ ഘട്ടത്തില് നമ്മുടെ വാർഡിൽ നിന്ന് നമ്മളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവരോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് വെച്ചിട്ടാണ് കാലാവധി പൂർത്തീകരിക്കാനായിട്ട് നിന്നത്. എടുത്തു പറയത്തക്ക പേരുകളല്ല, പൊതുവായി ഓരോ വാർഡിലും ഓരോ മെമ്പർമാർക്കും വോട്ട് ഫാദർമാരുണ്ട്. അവര് ഓരോ നിർദ്ദേശങ്ങൾ നൽകുന്നതിനനുസരിച്ച് ഒരു കൂട്ടായ്മയില്ലാതെ നമുക്ക് ഒരു കാര്യത്തിലും വ്യക്തമായൊരു തീരുമാനമെടുക്കാൻ കഴിയാതെ പലപ്പോഴും ബുദ്ധിമുട്ടുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗം കൂടിയായിട്ട് രാഷ്ട്രീയം തന്നെ വിടണം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഇത്തവണ മുതൽ മത്സരത്തിനെ ഇല്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് മാറി നിന്നത്. ആ സമയത്താണ് ഇങ്ങനൊരു വരദ ആ ഒരു മിഷനുമായിട്ട് നമ്മുടെ സഹോദരന്മാരെ എത്തിയത്. അപ്പൊ അത് വായിച്ചപ്പോൾ തോന്നി മാറി നിൽക്കേണ്ടത് നമ്മളെ ആർക്കാണ് ആവശ്യം, നമ്മുടെ സേവനം ആർക്കാണ് ആവശ്യം, അവർക്കത് നൽകേണ്ടത് നമ്മുടെ ഒരു സമൂഹത്തിലെ ഒരു പൗര എന്ന നിലയിൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഒരു വീണ്ടും വിചാരത്തിന് മുന്നിട്ടിറങ്ങി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ടോ? മത്സരത്തിന് എന്റെ തീരുമാനമായിട്ടില്ല. അവസരം നൽകുകയാണെങ്കിൽ തീർച്ചയായും മത്സരിക്കും. നിലവിൽ പ്രസിഡന്റ് ആയിരുന്നില്ല, നിലവിൽ പ്രസിഡന്റ് ആയിരുന്നു. നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പൊ മെമ്പർമാരാണ് ഇത് ബ്ലോക്ക് ചെയ്തത്, പ്രസിഡന്റിനെ ബ്ലോക്ക് ചെയ്തത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരാണ്. നമ്മളൊരു പദ്ധതി തയ്യാറാക്കുമ്പോൾ കൃത്യമായി ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ട് തയ്യാറാക്കണം. അതിന് ഒരു കൂട്ടായ്മ അത്യാവശ്യമാണ്. ആ ഒരു കൂട്ടായ്മയുടെ കുറവ് അവിടെ വളരെ പല ഘട്ടങ്ങളിലും നമുക്കത് അനുഭവിച്ചിട്ടുണ്ട്. അതായത് ഈ പദ്ധതികൾ നടപ്പിലാക്കാൻ കൂടുതൽ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണോ, അതോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നത്? അതിപ്പോ ആശയങ്ങൾ നല്ലതാണെങ്കിൽ ഏത് പ്രസ്ഥാനം കൊണ്ടുവരുന്ന ആശയമായാലും നമ്മൾ സ്വീകരിക്കും. അത് അവർക്കത് ഗുണകരമാകുമോ എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണോ എന്നറിയില്ല. പല ഘട്ടങ്ങളിലും തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. പ്രാദേശികമായിട്ടുണ്ടാകുന്ന വിഷയങ്ങളിലായാലും നേതൃത്വത്തിന്റെ ഇടപെടലിന്റെ അഭാവം പല ഘട്ടങ്ങളിലും പ്രതിപക്ഷാംഗങ്ങളിൽ നിന്ന് വളരെ ആരോപണങ്ങൾ കേൾക്കേണ്ട ഘട്ടങ്ങളും എല്ലാം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിപ്പോൾ അങ്ങനെയുള്ള അംഗങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ? ബിജെപിയിലേക്ക് വരുന്നുണ്ടോ? ഇപ്പൊ നിലവിലില്ല. വേറൊരു ചോദ്യം. ഇപ്പൊ വടൂക്കര കോർപ്പറേഷൻ ഡിവിഷനിൽ ബിജെപിയുടെ അവിടുത്തെ ആളുകൾ ഒരു വിമത സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോ പത്മജ വേണുഗോപാലിന്റെ വിശ്വസത്തിന് സീറ്റ് നൽകി എന്നുള്ളതാണ് അവരെന്ന് ആരോപിക്കുന്നത്. എന്താണ് വടൂക്കരയിൽ ബിജെപിക്ക് സംഭവിച്ചത്? വടൂക്കരയിൽ ബിജെപി സ്ഥാനാർത്ഥി ശ്രീ സദാനന്ദേട്ടനാണ്. സദാനന്ദേട്ടൻ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ബിജെപിയിൽ ജോയിൻ ചെയ്തതാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് തൃശൂർ കോർപ്പറേഷനിലെ കൗൺസിലറായിരുന്നു. ഒരു 10 ദിവസം താൽക്കാലിക മേയറായിട്ട് വരെ ചുമതലയുണ്ടായിരുന്നതാണ്. അദ്ദേഹം ബിജെപിയിലെത്തി. അദ്ദേഹം ആ വടൂക്കരയിലെ ഒരുപാട് സ്വാധീനമുള്ള വ്യക്തിയാണ്. വടൂക്കരയിൽ നിന്ന് പാർട്ടിക്ക് ലഭിച്ചിട്ടുള്ള സ്ഥാനാർത്ഥി പാനൽ ലിസ്റ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട ആളെന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. ഈ വിമതരെ ശല്യമാവോ ഡിവിഷനിൽ ബിജെപിയുടെ തുടർന്നുള്ള പ്രവർത്തനത്തിന്? അല്ല, അത് പാർട്ടി എന്തായാലും ആ കാര്യങ്ങളൊക്കെ കാര്യമായിട്ടുള്ള കൂടാതെ നമ്മൾ കൂടിയാലോചനകൾ നടത്തിയിട്ടുണ്ട്. ആ കൂടിയാലോചനകളിലൂടെ തന്നെ കാര്യങ്ങളുണ്ട്. ഒരാളെ കൂടി സ്വീകരിക്കാൻ
ചേച്ചി പറഞ്ഞോ, അവിടെ എന്റെ വാർഡിലെ മഹിളാ കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകയാണ് ഷാനി ജഗൻ. ചേച്ചി വർഷങ്ങളായി എന്നേക്കാളും കൂടുതൽ കോൺഗ്രസുമായിട്ട് പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അവരുടെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ വർഷങ്ങളായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ചു വരുന്നതാണ്. കാലങ്ങളായിട്ടുള്ള ഒരു അവഗണന ചേച്ചി നേരിട്ടതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ചേച്ചിയോട് ഞാൻ വരുന്നതിന് മുമ്പേ ചേച്ചിയെ ഞാൻ റെക്കമെൻഡ് ചെയ്തു. അപ്പൊ ചേച്ചി തയ്യാറായി. ഏതിലായാലും നമുക്ക് പൊതുജനങ്ങളെ സേവിക്കാനായിട്ട് ചിഹ്നം ഒരു വിഷയമല്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ചേച്ചി ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഇപ്പോ 3-ാം വാർഡിലെ ചെറുപ്പഞ്ചായത്തിലെ 3-ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്, BJP സ്ഥാനാർത്ഥിയാണ് ഷാനി ജഗൻ. ഷാനി ജഗൻ. സുശേഷം നീണ്ട വർഷങ്ങൾ മഹിളാ കോൺഗ്രസിൽ പ്രവർത്തിച്ച ഒരാളാണ് ശ്രീമതി ഷാനി ജഗൻ. അപ്പോ അവിടെ പ്രാദേശിക തലത്തിൽ തന്നെ അവരാദ്യം വരാനായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചു. അതിനുശേഷം ജില്ലാ പ്രസിഡന്റായിട്ട് സംസാരിച്ചു. പിന്നീട് ഇപ്പോ പഞ്ചായത്ത് പ്രസിഡന്റിനെയും അവരെയും ഒരുമിച്ച് സ്വീകരിക്കാൻ ഒരവസരം ഉണ്ടായി.